എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ് 3ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 14ാമത്തെ ചോദ്യം മുതൽ 18ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 14th ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദി പോളിനോമിയൽ p of x equal to x square plus 3x minus k. Find p of 1. If x minus 1 is a factor of p of x, find k. Write p of x as product of two first degree polynomial. ഇത്രയാണ് ക്വസ്റ്റ്യൻ. അതായത് p of x എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ x square plus 3x minus k. p of 1 എന്താണ് ക്വസ്റ്റ്യൻ? p of 1. അപ്പോൾ p of 1 എന്ന് പറയുന്നത് ഈ p of x-ൽ x-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ x-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കാം. p of x is equal to x square plus 3x minus k. And p of we are asked to find out p of 1. അപ്പോൾ p of 1 എന്ന് പറയുന്നത് x കാണുന്നിടത്ത് എന്ത് ചെയ്യണം? 1 കൊടുക്കണം. അപ്പോൾ p of 1 is equal to 1 square plus 3 into 1 minus k. അപ്പോൾ എന്ത് കിട്ടി? 1 square എന്ന് പറയുന്നത് 1, 3 into 1 3. അപ്പോൾ 1 plus 3 that is 4 minus k എന്ന് കിട്ടും. 1 plus 3 4 മൈനസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ഇതാണ്. p of 1 എന്ന് പറയുന്നത് 4 minus k. ഒരു മാർക്കിന്റെ പാർട്ടാണ്. സെക്കൻഡ് പാർട്ട്, if x minus 1 is a factor of p of x, x minus 1 p of x ന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ, ഘടകമാണെങ്കിൽ k യുടെ വാല്യൂ എന്ത്? അപ്പോൾ ഘടകമാകുമ്പോൾ എന്താണ്? x minus 1 ഫാക്ടർ ആണെങ്കിൽ p of 1 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ p of 1 equal to 0. Since x minus 1 is a factor, p of 1 equal to 0, and p of 1 already found out, that is 4 minus k. So 4 minus k equal to 0. So 4 minus k 0 ആണെങ്കിൽ k എന്ത് വരും? മൈനസ് 4 മൈനസ് 4 ആണ് 0. ഇപ്പോൾ കെയുടെ സ്ഥാനത്ത് വരണം 4 വരണം, അല്ലെങ്കിൽ മൈനസ് k അപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് k. അപ്പോൾ k ഈക്വൽ ടു 4 എന്ന് കിട്ടും. 4 മൈനസ് 4 ആണ് 0. അപ്പോൾ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ k ഈക്വൽ ടു 4 എന്നാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ 4 മൈനസ് k. സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ k ഈക്വൽ ടു 4. തേർഡ് പാർട്ട്, റൈറ്റ് p of x as product of two first degree polynomials. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന p of x ഇപ്പം എന്ത് വരും? p of x എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് 3x, കെയുടെ സ്ഥാനത്ത് 4 എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4, അതാണ് p of x. x സ്ക്വയർ പ്ലസ് 3x, കെയുടെ സ്ഥാനത്ത് 4, അപ്പോൾ മൈനസ് 4, മൈനസ് ഇവിടെ ഉള്ളതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫാക്ടർ അറിയാം നമുക്ക്. x മൈനസ് 1 ഈസ് എ ഫാക്ടർ, അതുകൊണ്ടാണ് k ഈക്വൽ ടു 4 എന്ന് കിട്ടിയത്. അപ്പോൾ x മൈനസ് 1 ഫാക്ടർ ആണെന്നറിയാം. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ നമുക്ക് അറിയില്ല. സെക്കൻഡ് ഫാക്ടർ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, x പ്ലസ് എന്ന് എടുക്കാം. x പ്ലസ് a, അത് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിന്റെ രണ്ടിന് x മൈനസ് 1ഉം x പ്ലസ് എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ p of x. അപ്പോൾ ലെറ്റ് സെക്കൻഡ് ഫാക്ടർ ഈസ് x പ്ലസ് എ, എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4ന്റെ ഒരു ഫാക്ടർ x മൈനസ് 1ഉം രണ്ടാമത്തെ ഫാക്ടർ x പ്ലസ് എയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 1ന്റെ x പ്ലസ് എ ആയിരിക്കും x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4. സോ x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു x മൈനസ് 1 ഇൻറ്റു x പ്ലസ് എ. ബിക്കോസ് അപ്പോൾ നമ്മൾ ചെയ്തത് x മൈനസ് 1 ഒരു ഫാക്ടർ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഫാക്ടർ x പ്ലസ് എ എന്ന് എടുത്തു, അത് കണ്ടുപിടിക്കണം. അപ്പോൾ x പ്ലസ് എ, കാരണം എക്സിന്റെ x സ്ക്വയർ ഫസ്റ്റ് ടൈം x സ്ക്വയർ കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ 1 ആണ്, അതുകൊണ്ടാണ് x പ്ലസ് എ എന്ന് എടുത്തത്. ഇനി ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആയിരിക്കണം ഇത്. അപ്പോൾ നമുക്ക് a അല്ലേ കണ്ടുപിടിക്കേണ്ടുള്ളൂ. അപ്പോൾ a കണ്ടുപിടിക്കാൻ നമുക്ക് മൊത്തം പ്രോഡക്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ x ഇല്ലാത്ത ടൈം -1 ആണ്, ഇവിടെ x ഇല്ലാത്ത ടൈം a ആണ്. ഈ x ഇല്ലാത്ത ടൈം രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇവിടെ x ഇല്ലാത്ത ടൈം ആയ -4. ബാക്കി എല്ലാത്തിനും x ഉണ്ട്. അപ്പോൾ x ഇല്ലാത്ത ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന -1ഉം എയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന -a ആയിരിക്കും -4. അപ്പോൾ -1 ഇൻറ്റു എ ഈക്വൽ ടു -4, -a ഈക്വൽ ടു -4. ദാറ്റ് മീൻസ് a ഈക്വൽ ടു 4. അപ്പോൾ എയുടെ സ്ഥാനത്ത് എത്ര വരണം? 4 വരണം. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ എന്ത് വരും? x പ്ലസ് 4. അപ്പോൾ നമുക്ക് p of x എന്ത് എഴുതാം? x മൈനസ് 1 ഇൻറ്റു x plus 4. So p of x is equal to x minus 1 into x plus 4. Clear ആയോ?
വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് ഇതിന്റെ എക്സിന്റെ സൊല്യൂഷനാണ് കണ്ടുപിടിച്ച ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ, എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് മൈനസ് ബി ഈക്വൽ ടു ഫാക്ടർ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാം. അതിൽ എളുപ്പം ഇതാണ്. സെക്കൻഡ് ഫാക്ടർ ഒരു ഫാക്ടർ ഓൾറെഡി തന്നിട്ടുണ്ട്. സെക്കൻഡ് ഫാക്ടർ നമുക്ക് ഇതുപോലെ എക്സ് പ്ലസ് ചെയ്യുന്നെടുക്കാം. അപ്പോൾ അതിനൊക്കെ എക്സ് ഇല്ലാത്ത ടേം നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ വാല്യൂ ആണ് എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത ടേമിന്റെ പ്രോഡക്റ്റ് ഇവിടെ എക്സ് ഇല്ലാത്ത ടേമിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് എ ഈക്വൽ ടു +4 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ എക്സ് പ്ലസ് 4 ആണ്. ഫോർ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4. മറ്റൊരു ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി nth ടേം ഓഫ് 3, 5, 7, 9 എക്സെട്ര. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. രണ്ടുവിധം ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ്. ഫൈൻഡ് nth ടേം ഓഫ് 3/7, 5/7, 7/9 എക്സെട്ര. All the integer terms of the arithmetic sequence 3/7, 5/7, 7/7, 9/7, etc. are odd numbers. Justify this statement. ഇതാണ് തേർഡ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിട്ട് പോവാം. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫൈൻഡ് ദി nth ടേം. nth ടേം കാണാൻ നമുക്കറിയാം. ഇതിൽ ഫസ്റ്റ് ടേം ഏതാണ്? 3. ഫസ്റ്റ് ടേം 3. കോമൺ ഡിഫറൻസോ 5 - 3 ദാറ്റ് ഈസ് 2. അപ്പോൾ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 2. ഓൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 2n പ്ലസ് f എന്ന് പറഞ്ഞാൽ 3 ആണ് മൈനസ് d എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2n പ്ലസ് 3 മൈനസ് 2 ദാറ്റ് ഈസ് 2n പ്ലസ് 1. 2n പ്ലസ് 1 ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം. ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല, അത് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 2n പ്ലസ് 1 ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ഓൾജിബ്രിക് ഫോം 2n പ്ലസ് 1 കിട്ടി. സെക്കൻഡ് പാർട്ട് എന്താണ്? ഇതിനെല്ലാം 7 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇതിന്റെ ഓൾജിബ്രിക് ഫോം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഇതുപോലെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇത് ബൈ 7 എഴുതിയാൽ. സോ ഇതിന്റെ ഓൾജിബ്രിക് ഫോം ഈസ് xn ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ബൈ 7. ഇതിന്റെ ഓൾജിബ്രിക് ഫോം 2n പ്ലസ് 1 ആണെങ്കിൽ ഇതിന്റെ ഓൾജിബ്രിക് ഫോം 2n പ്ലസ് 1 ബൈ 7. അത്രേ ഉള്ളൂ. അവിടെ വീണ്ടും നമ്മൾ dn പ്ലസ് f മൈനസ് d ഒന്നും എടുത്ത് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിനെ എല്ലാം 7 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അപ്പോൾ ഇതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ ഇതിന്റെ nth ടേമിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് അത്രേ ഉള്ളൂ. തേർഡ് പാർട്ട് എന്താണ്? ഓൾ ദി ഇന്റിജർ ടേംസ് ഓഫ് ദിസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഇന്റിജർ ടേംസ് നോക്കാം. ഇന്റിജർ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫ്രാക്ഷൻ ഒഴിവായി കിട്ടുന്നത് 1, 2, 3, 4, 5 അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ 3/7, 5/7, 7/7 എക്സെട്ര അങ്ങ് പോകുമ്പോൾ ലാസ്റ്റ് ടൈം 2n പ്ലസ് 1 ബൈ 7 ആണ്. അപ്പോൾ നോക്കിക്കുക 7/7 1 ഇൻഡിജറാ. പിന്നെ ഇൻഡിജർ ടേം ഏതാ വരിക? അപ്പോൾ ഫസ്റ്റ് ഇൻഡിജർ ടേം എന്ന് പറഞ്ഞാൽ 7/7 1 ആണ്. അടുത്ത ഇൻഡിജർ ടേംസ് എന്ന് പറയുമ്പോൾ 21 ആണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഓഡ് നമ്പേഴ്സ്, ന്യൂമറേറ്റർ എപ്പോഴും ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ 3, 5, 7, 9, 11, 13 അങ്ങനെ പോയി 21/7 വരും. 21/7 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ 1, 3 പിന്നെ അടുത്ത ഏതാ വരിക? 35/7 5. അപ്പോൾ 3, 1, 3, 5, 7 എക്സെട്ര അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആസ് n ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ 2 × 3 6 പ്ലസ് 1 7/7 1 കിട്ടും. അപ്പോൾ 1 പിന്നെ അതുപോലെ n is equal to 10 കൊടുത്താൽ 2 × 10 20 20 പ്ലസ് 1 21/7 ദാറ്റ് ഈസ് 3 കിട്ടും. n is equal to 17 കൊടുത്താൽ ഇതിന് ഇടയ്ക്കുള്ള വേറെ നമ്പേഴ്സ് ഒന്നും കൊടുത്താൽ നമുക്ക് ഇൻഡിജർ കിട്ടൂല. അപ്പോൾ n is equal to 17 കൊടുത്താൽ 2 × 17 34 34 പ്ലസ് 1 35/7 5. അപ്പോൾ ആ n is equal to 3, 10, 17 etc. we get 1, 3, 5 etc. as the integer term of this sequence. അപ്പോൾ ഈ സീക്വൻസിന്റെ ഇന്റിജർ ടേം ആയിട്ട് കിട്ടുന്നത് 1, 3, 5, 7 etc. ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ഓൾ ദി ഇന്റിജർ ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ. 1, 3, 5, 7 etc. അപ്പോൾ ഇതിലെ ഇന്റിജർ ടേംസ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. കാരണം ഇതിന് ന്യൂമറേറ്റർ ഓഡ് നമ്പർ ആണ്, ഡിനോമിനേറ്റർ 7 ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ഓഡ് നമ്പർ കിട്ടുള്ളൂ, ഈവൻ നമ്പർ ഒന്നും വരില്ല. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും വരുന്നുണ്ട്, ഈവൻ നമ്പേഴ്സ് ഒന്നും വരില്ല. കാരണം ഓഡ് നമ്പർ ബൈ ഓഡ് നമ്പറേ വരുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 16ാമത്തെ ചോദ്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ. In the figure
angle OCA, that is 40 degree. Angle CAB, ഈ ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ AOC കണ്ടുപിടിക്കണം. ആംഗിൾ D കണ്ടുപിടിക്കണം. ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് ABC, ഈ ആംഗിൾ. അതുപോലെ ആംഗിൾ BAQ. അങ്ങനെ 4 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ആദ്യത്തെ പാർട്ട് ഏതാണ്? OCA കണ്ടുപിടിക്കുക. ആദ്യം എളുപ്പവഴി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. OAയും OCയും സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരമാണ്. അപ്പൊ ഇത് രണ്ടും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്, അതായത് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 40 ആകുമ്പോൾ ഈ ആംഗിൾ OAC എത്ര വരണം? 40 വരും. സോ ആംഗിൾ OAC ഈക്വൽ ടു 40 ഡിഗ്രി. അതാണ് ഫസ്റ്റ് പാർട്ട്. OAC എന്ന് പറഞ്ഞ ആംഗിൾ ഇത് 40 ആകുമ്പോൾ ഇത് 40. അപ്പൊ നോക്കിയോ, ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾ 40. തേർഡ് ആംഗിൾ ആണ് AOC. അതാണ് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. Therefore, angle AOC is equal to 180 minus 40 plus 40, that is 100. 180 minus 80 equal to 100. Clear ആയോ? അതായത് ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് 40 ആയതുകൊണ്ട് ഇത് 40. ഇത് രണ്ടും 40 വന്നു കഴിഞ്ഞപ്പോൾ 80 ആയി. ബാക്കി 180 80 കുറച്ചാൽ 100 ആണ് തേർഡ് ആംഗിൾ. ഇനി അടുത്ത പാർട്ട് എന്താണ്? ആംഗിൾ D. എന്താണ് ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ? സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ ഇൻ ആൻ ആർക്ക്. അപ്പോൾ 100ന്റെ ഹാഫ് ആണ് D. ആംഗിൾ D is equal to 100/2, 50 ഡിഗ്രി. ഇത് 100 ആകുമ്പോൾ അതിന്റെ ഹാഫ് ആണ് 50. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ ഇൻ ആൻ ആർക്ക്. ഇനി തേർഡ് ആംഗിൾ പാർട്ട് ഏതാണ്? ആംഗിൾ B. കണ്ടോ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയിരിക്കും. അതായത് ചക്രീയ ചതുർഭുജം, ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കൾ ശീർഷങ്ങളായിട്ട് വരുന്ന ചതുർഭുജം. അപ്പൊ ഇത് വൃത്തത്തിലാണ്, ഈ 4 പോയിന്റും സർക്കിളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ ഇതറിയാം. അപ്പൊ ഇത് 180 ഇത് കുറയ്ക്കുന്നതാണ് ആംഗിൾ B. സോ ആംഗിൾ B ഈക്വൽ ടു 180 മൈനസ് 50, 130. അപ്പൊ ഇത് 130 ആണ്. അപ്പോ തേർഡ് പാർട്ടായി. ഇനി ഫോർത്ത് പാർട്ട് ഏതാണ്? BAQ. അപ്പൊ BAQ എന്ന് പറയുന്ന ഈ ആംഗിൾ കാണാൻ എളുപ്പവഴി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് സെന്ററിൽ OA എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിപ്പോഴും, അതായത് തൊടുവരയ്ക്ക് ലംബമായിരിക്കും ആരം. അപ്പൊ ഇത് 90 ആണ്. OAQ എന്ന് പറയുന്നത് ഇത്രയും 90 ആണ്. അപ്പൊ ആ 90 ദേ കണ്ടോ, ഈ 30യും ഈ 20യും ഈ 40യും ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ BAQ. അപ്പൊ BAQ ഈസ് ഈക്വൽ ടു 90 മൈനസ്, കാരണം ഇത്രയും 90 ആണ്. 90 14 20 40 20 60 കുറയ്ക്കണം. അപ്പോൾ ആംഗിൾ BAQ ഈക്വൽ ടു 90 മൈനസ് ഓഫ് 40 പ്ലസ് 20, ദാറ്റ് ഈസ് 90 മൈനസ് 60, ദാറ്റ് ഈസ് 30 ഡിഗ്രി. ആംഗിൾ BAQ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. തന്നിരുന്ന ഡയറക്റ്റ് വൃത്തത്തിലെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ചോദ്യം ഒന്ന് ശരിക്കും ഇത് വായിച്ച് നോക്കണം എന്ന് മാത്രം. ഓക്കെ, ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 17ാമത്തെ ചോദ്യം. There are 25 black and 5 white balls in the first box, and the second box contain 10 black and 40 white. One ball is taken from each box. What is the probability of getting both balls black? B, a black ball from the first and a white ball from the second. C, 1 black and 1 white. ഇങ്ങനെ 3 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. പ്രോബബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ്. 2 ബോക്സ് ആണുള്ളത്. ഒന്നാമത്തെ ബോക്സിൽ ബ്ലാക്ക് ബോൾസ് 25 വൈറ്റ് ബോൾസ് 5 ടോട്ടല് 25 5 30 ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ ബ്ലാക്ക് ബോൾ 10 ഉണ്ട്, വൈറ്റ് ബോൾ 40. ഇപ്പോൾ 40 പ്ലസ് 10 50 ഉണ്ട്. എപ്പോഴും ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എഴുതുക. 2 ബോക്സ് ആണ്. ഓരോ ബോക്സിൽ നിന്നും ഓരോ ബോൾ ഇങ്ങനെ എടുക്കണം. അപ്പൊ 2 ബോക്സിൽ നിന്നും ബോൾ എടുക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ബോക്സ്, രണ്ടാമത്തെ ബോക്സ്. ഒന്നാമത്തെ ബോക്സിൽ ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിലും ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട്. ഇങ്ങനെ എഴുതുക. ഇനി ഇതിൽ നിന്ന് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു. അപ്പോൾ കിട്ടാവുന്ന പേഴ്സ്, ടോട്ടൽ എത്ര പേഴ്സ് കിട്ടാം, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ആദ്യത്തെ കേസ് അതാണ്. ആദ്യത്തേല് 30 ബോളുണ്ട്, രണ്ടാമത്തേല് 50 ബോളുണ്ട്.
അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എടുക്കാം, രണ്ടാമത്തെ എടുക്കാം, മൂന്നാമത്തെ എടുക്കാം, അങ്ങനെ 30ാമത്തെ വരെ എടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്നാമത്തെ എടുത്തെങ്കിൽ ഇതിൽ നിന്ന് ഒന്നാമത്തെ എടുക്കാം, രണ്ടാമത്തെ എടുക്കാം, മൂന്നാമത്തെ എടുക്കാം, അങ്ങനെ 50ാമത്തെ വരെ എടുക്കാം. അപ്പോൾ 1, 1, 1, 2, 1, 3, 1, 4 അങ്ങനെ 1, 50. അതുപോലെ രണ്ടാമത്തെ എടുത്തതുപോലെ തന്നെ വരാം 2, 1, 2, 2, 2, 3, 2, 4 അങ്ങനെ 2, 50. അപ്പോൾ അങ്ങനെ ടോട്ടല് പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത് 30 × 50 1500. ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് 30 × 50. അതായത് ഇതിനകത്ത് 30 ബോളും ഇതിനകത്ത് 50 ബോളും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓർഡർ എടുക്കുന്നു, ഇതിൽ നിന്ന് ഓർഡർ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടാവുന്ന പേയേഴ്സ് എന്ന് പറയുന്നത് 30 × 50 1500 ആണ്. അതാണ് ആദ്യത്തെ പാർട്ട്. ഇനി അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യത്തെ 2 ബോളും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബ്ലാക്ക്? ഇപ്പൊ രണ്ടും ബ്ലാക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന്നും ബ്ലാക്ക് വരണം, രണ്ടാമത്തേന്നും ബ്ലാക്ക് വരണം. ഒന്നാമത്തേന് എത്ര ബ്ലാക്ക് ഉണ്ട്? 25. രണ്ടാമത്തേന് എത്ര ബ്ലാക്ക് ഉണ്ട്? 10. അപ്പൊ 25 × 10 ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഒന്നാമത്തെ എടുത്താൽ ഇതിൽ നിന്ന് ഒന്നാമത്തെ ആവും, രണ്ടാമത്തെ ആവും, മൂന്നാമത്തെ അങ്ങനെ 1, 1, 1, 2, 1, 3 അങ്ങനെ 1, 10. 2, 1, 2, 2, 2, 3 അങ്ങനെ എക്സെട്രാ 2, 10 അങ്ങനെ 25, 1, 21, 5, 2 അങ്ങനെ എക്സെട്രാ 25, 10. അപ്പോൾ ടോട്ടൽ ബോത്ത് ബ്ലാക്ക് വരുന്ന പോസിബിൾ പേയേഴ്സ് എന്ന് പറഞ്ഞാൽ 25 × 10 250 ആണ്. അപ്പോൾ ബോത്ത് ബ്ലാക്ക് നമ്പർ ഓഫ് പേയേഴ്സ് വിത്ത് ബോത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് 25 × 10 250. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി വെച്ചിരിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് വരാനുള്ള പേയേഴ്സ് ഇതാണ്, ടോട്ടൽ പേയേഴ്സ് ഇതാണ്. അപ്പോൾ പോസിബിൾ പേയേഴ്സ് ബൈ ടോട്ടൽ പേയേഴ്സ്, അതായത് 250/1500. 250/1500 നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം 1/6 എന്ന് കിട്ടും. അപ്പോൾ 1/6 ആണ് പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബ്ലാക്ക്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ബ്ലാക്ക് ഫ്രം ഫസ്റ്റ് ബോക്സ്. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്കും സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റ് വരണം. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് വരണമെങ്കിൽ ഇവിടെ 25 എണ്ണമാണ് ബ്ലാക്ക് ഉള്ളത്. അപ്പൊ 25 എണ്ണത്തിൽ നിന്ന് വരണം. വൈറ്റ് സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റ് ആണ്, അപ്പൊ വേറെ 40 എണ്ണത്തിൽ നിന്നുണ്ട്. അപ്പൊ 25 × 40 ഇപ്പൊ ചെയ്തപോലെ തന്നെ. അതായത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ഒന്നും സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റും വരുന്ന പേയേഴ്സ്, വരാവുന്ന പേയേഴ്സ് എന്ന് പറയുന്നത് 25 × 40 1000 എണ്ണമാണ്. അതായത് ഫസ്റ്റ് ബോൾ ഫ്രം 1 ബ്ലാക്ക് ഫ്രം ഫസ്റ്റ് ആൻഡ് 1 വൈറ്റ് ഫ്രം സെക്കൻഡ് ഈസ് ഈക്വൽ ടു 25 × 40 ദാറ്റ് ഈസ് 1000 പേയേഴ്സ്. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1000 ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1500 ആണ്. അപ്പോൾ 1000/1500 ദാറ്റ് ഈസ് 2/3. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. തേർഡ് പാർട്ടോ ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് എടുത്ത് സെക്കൻഡ് ബോക്സിൽ നിന്ന് ഒരു വൈറ്റ് എന്ന് പറഞ്ഞുള്ളൂ. അടുത്തതിൽ അങ്ങനെയല്ല, 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബോക്സിൽ നിന്ന് വേണമെങ്കിലും ബ്ലാക്ക് വരാം, ഏത് ബോക്സിൽ നിന്ന് വേണമെങ്കിലും വൈറ്റ് വരാം. പക്ഷെ ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ പോസിബിലിറ്റിയാ? ഒന്നാമത്തേന്ന് ബ്ലാക്ക് വന്നാൽ രണ്ടാമത്തേന്ന് വൈറ്റ് വരാം. അപ്പോൾ 25 × 40 ഇവിടെ കിട്ടി. തിരിച്ചും വരാം, ഒന്നാമത്തേന്ന് വൈറ്റും രണ്ടാമത്തേന്ന് ബ്ലാക്കും ആകാം. അപ്പൊ 5 × 10 50 കൂടി വരും. അപ്പൊ ടോട്ടൽ പേയേഴ്സ് having 1 black and 1 white is equal to pairs of 1 black and 1 white എന്ന് പറയുന്നത് 25 × 40 പ്ലസ് 5 × 10. തിരിച്ചു വരാം, രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്നാമത്തേന്ന് ബ്ലാക്ക്, രണ്ടാമത്തേന്ന് വൈറ്റ്. ഒന്നാമത്തേന്ന് വൈറ്റ്, രണ്ടാമത്തേന്ന് ബ്ലാക്ക്. അപ്പൊ 25 × 40 പ്ലസ് 5 × 10 അതായത് 1050 പേര്. 25 × 40 1000, 10 × 5 50. അപ്പൊ 1050 പേയേഴ്സ് ആണ് 1 ബ്ലാക്കും 1 വൈറ്റും ആയിട്ട് വരാവുന്നത്. അപ്പൊ പ്രോബബിലിറ്റി വരുമ്പോ this by ടോട്ടൽ 1500 ആണ്. അപ്പോ 1050/1500 ആണ് പ്രോബബിലിറ്റി ദാറ്റ് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1050/1500, അതായത് 7/10 ആണ്. അപ്പോൾ 4 ചോദ്യങ്ങളാണ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. എപ്പോഴും അത് എടുത്ത് ചെയ്ത് ശീലിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്നോടെ ഒന്ന് ചെയ്തു പഠിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 4 ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.